കളിച്ച 7 മത്സരങ്ങളിൽ 6 എണ്ണത്തിലും വിജയം നേടിയ രാജസ്ഥാൻ റോയൽസ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2024 സീസണിൽ മികച്ച ഫോമിലാണുള്ളത്. പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് രാജസ്ഥാൻ. കഴിഞ്ഞ ദിവസം നടന്ന കളിയിൽ കരുത്തരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റെക്കോർഡ് ചേസിംഗ് ജയം നേടാനായത് രാജസ്ഥാൻ റോയൽസിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തിയിട്ടുണ്ട്. ഇതേ ഫോം സീസണിലുടനീളം തുടരാൻ സാധിച്ചാൽ 2-ാം IPL കിരീടം ഷെൽഫിലെത്തിക്കാൻ സഞ്ജുവിന്റെ ടീമിന് കഴിയുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതേസമയം ടീം മികച്ച പ്രകടനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും രാജസ്ഥാൻ നടത്തുന്ന ചില സർപ്രൈസ് നീക്കങ്ങൾ ആരാധകരെ കട്ടക്കലിപ്പിലാക്കിയിട്ടുണ്ട്. ഇത് പല കളികളിലും ടീമിന്റെ മൊമെന്റത്തെ തകർത്തു എന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ. പ്രധാനമായും ഈ സീസണിൽ ആരാധകരെ ചൊടിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. വരും മത്സരങ്ങളിലെങ്കിലും ഇത്തരം നീക്കങ്ങൾ ടീം ഒഴിവാക്കണമെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. പഞ്ചാബ് കിങ്സിനെതിരെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് നടത്തിയ ഒരു പരീക്ഷണം ടീമിന്റെ കടുത്ത ആരാധകരുടെ പോലും നെറ്റി ചുളിപ്പിച്ചിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ ഒരു T20 മത്സരത്തിൽ പോലും ആദ്യ 8 സ്ഥാനങ്ങളിൽ ബാറ്റ് ചെയ്തിട്ടില്ലാത്ത തനുഷ് കൊട്ടിയാനെ ഓപ്പണറായി കളിപ്പിച്ചതായിരുന്നു ആ നീക്കം. IPL-ൽ കൊട്ടിയാന്റെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത്. ഓപ്പണിംഗ് റോളിന്റെ സമ്മർദ്ദം താങ്ങാൻ സാധിക്കാതിരുന്ന കൊട്ടിയാൻ 31 പന്തിൽ 24 റൺസ് മാത്രം നേടി പുറത്തായി. ഇത് ടീമിന്റെ കളിയിൽ വലിയ തിരിച്ചടിയായെങ്കിലും അവസാനം ഹെറ്റ്മെയർ നടത്തിയ വെടിക്കെട്ട് ടീമിനെ പരാജയത്തിൽ നിന്ന് രക്ഷിച്ചു. രാജസ്ഥാൻ ഈ സീസണിൽ നടത്തിയ അബദ്ധ പരീക്ഷണമായാണ് ഇതിനെ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. ബാറ്റിംഗ് നിരയിൽ രാജസ്ഥാൻ റോയൽസ് സ്ഥിരം പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഇതിൽ അശ്വിന് ബാറ്റിംഗ് ഓർഡറിൽ സ്ഥാനക്കയറ്റം നൽകുന്നതാണ് ആരാധകരെ ചൊടിപ്പിക്കുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 224 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കളിയിൽ 6-ാം നമ്പറിലാണ് റോയൽസ് അശ്വിനെ കളിപ്പിച്ചത്. ടീം 8.4 ഓവറിൽ 100 എന്ന സ്കോറിൽ നിൽക്കവേ ക്രീസിലെത്തിയ അശ്വിൻ 11 പന്തിൽ 8 റൺസ് മാത്രം നേടി പുറത്തായി. 224 റൺസ് പിന്തുടർന്ന കളിയിൽ അശ്വിൻ ബാറ്റ് ചെയ്തപ്പോൾ ടീം ആകെ നേടിയത് 21 പന്തിൽ 21 റൺസാണ്. അവസാന ഓവറുകളിൽ ജോസ് ബട്ട്ലർ നടത്തിയ ഹീറോയിസവും റോമാൻ പവലിന്റെ ക്യാമിയോ ഇന്നിംഗ്സും ഇല്ലായിരുന്നെങ്കിൽ ഈ കളി രാജസ്ഥാൻ തോറ്റേനെ. ഹെറ്റ്മെയർ, പവൽ എന്നിങ്ങനെയുള്ളവർ പ്ലേയിങ് 11-ൽ ഉണ്ടായിരിക്കെ അവരെ മറികടന്ന് 224 റൺസ് ചേസ് ചെയ്യുന്ന കളിയിൽ അശ്വിനെ ഇറക്കിയത് അബദ്ധമായെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ഇത്തരം തീരുമാനങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ ഈ സീസണിലും രാജസ്ഥാൻ കപ്പില്ലാതെ മടങ്ങേണ്ടി വരുമെന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. IPL 2024 സീസൺ പാതിഘട്ടം എത്തിക്കഴിഞ്ഞു. രാജസ്ഥാൻ ആകട്ടെ നിലവിൽ മികച്ച ഫോമിൽ മുന്നേറുന്നുമുണ്ട്. ഇനിയും പരീക്ഷണങ്ങൾ നടത്തി ടീമിന്റെ ഇപ്പോഴത്തെ മൊമെന്റം കളയാതെ നോക്കാൻ മാനേജ്മെന്റ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ കപ്പടിക്കാം. അതല്ല ഇനിയും അനാവശ്യ പരീക്ഷണങ്ങൾ തുടരാനാണ് ടീമിന്റെ പദ്ധതിയെങ്കിൽ ഇക്കുറിയും കിരീടം കിട്ടാക്കനിയാകുമെന്ന് ആരാധകർ കമന്റ് ചെയ്യുന്നുണ്ട്. 7 കളികളിൽ 6 ജയം സമ്മാനിച്ച 12 പോയിന്റുകളുമായാണ് ലീഗിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്ത് സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ് നിൽക്കുന്നത്. മുംബൈ ഇന്ത്യൻസിനെതിരെയാണ് സീസണിൽ അടുത്ത മത്സരം. ഈ മാസം 22-ന് ജയ്പൂരാണ് ഈ കളിക്ക് വേദിയാവുക.